ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ശുഭത്തിന്റെ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത് നിത്യമായ അപ്പം എന്ന വിഷയമാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നാനത്തിന് ശേഷം ദൈവത്തിന്റെ ആത്മാവ് യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നതിന്, സാത്താനാൽ പരീക്ഷിക്കുന്നതിന് മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ സാത്താനുമായിട്ടുള്ള സംവാദത്തിലാണ് ഈ വചനം കർത്താവ് പറയുന്നതെന്ന് നമുക്കറിയാം. പ്രിയ ദൈവമക്കളെ, ചരിത്രത്തിലെ ഏറ്റവും വലിയ അപ്പം 18 ബേക്കർമാര് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അവരുടെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ലോക റെക്കോർഡ് തിരുത്തുക എന്നുള്ളതായിരുന്നു. 18 ബേക്കർമാര് 2500 പൗണ്ട്, അതായത് 1134 കിലോഗ്രാം മാവ് ഒരു രാത്രി മുഴുവൻ കുഴയ്ക്കാനായി സമയം ചെലവഴിച്ചു. മാത്രമല്ല, അത് ബേക്ക് ചെയ്ത് 3600 അടി നീളമുള്ള, അതായത് 1 കിലോമീറ്ററിലധികം നീളമുള്ള ഒരു അപ്പം ഉണ്ടാക്കി. അങ്ങനെ ലോക റെക്കോർഡ് അവര് തകർത്തു. എന്നാൽ അതിനുശേഷം ഈ ബ്രെഡ്, അവരുണ്ടാക്കിയ ആ റൊട്ടി, ആ അപ്പം എങ്ങനെ ചെലവഴിക്കുന്നവർക്ക് സംശയമൊന്നും ഇല്ലായിരുന്നു. കാരണം തന്റെ സഹായികൾക്കൊക്കെ അത് മുറിച്ചു നൽകി. അതോടൊപ്പം തന്നെ അവിടെ വന്ന കാണികൾക്കൊക്കെയും അത് ലഘുഭക്ഷണമായി നൽകി. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ മനുഷ്യനും ശരീരത്തിന്റെ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനുമൊക്കെ ഭൗമികമായ ഭക്ഷണം അത്യന്താപേക്ഷിതമാണ്. പോഷകാഹാരം വളരെ ആവശ്യമാണ്. എന്നാൽ മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ മറ്റൊരു ഭക്ഷണം എന്ന് പറയുന്നത് ആത്മീക ഭക്ഷണമാണ്. അത് ദൈവവചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ വചനമായി ചിത്രീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, യേശു ക്രിസ്തു തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ജീവന്റെ അപ്പമായി തന്നെ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. അതുപോലെ മരുഭൂമിയിലെ പ്രലോഭനത്തിൽ പിശാചിനോട് ജയിക്കുന്നതിന് യേശു ക്രിസ്തു 3 പ്രാവശ്യം തിരുവെഴുത്തുകൾ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇത് കാണാവുന്നതാണ്. നാം ഓരോരുത്തരും ആത്മീയമായി ശക്തരാകുന്നതിന്, അതുപോലെ തന്നെ സാത്താനെ പ്രതിരോധിക്കുന്നതിന് നമുക്ക് വ്യക്തിപരമായ, അതുപോലെ പ്രാർത്ഥനാപൂർവമായ ദൈനംദിനമുള്ള ബൈബിൾ പഠനം അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല, സങ്കീർത്തനം 119:11 നമ്മോട് പറയുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്നാണ്. അതുപോലെ നമ്മൾ വിശ്വാസത്തിൽ വളരുന്നതിന്, വിശ്വാസവർദ്ധനയ്ക്ക് തിരുവചനം ദിനം പ്രതി ഭക്ഷിക്കേണ്ടതുണ്ട്. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്റെ വചനത്തെക്കുറിച്ച് പറയുന്നതായി നമുക്ക് കാണാം. എന്നാൽ അനേകർ തെറ്റിദ്ധരിച്ച് അവന്റെ ശരീരം അക്ഷരാർത്ഥത്തിൽ ഭക്ഷിക്കണമെന്ന് യേശു പറഞ്ഞെന്ന് തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ മാറ്റുന്നതിന്
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം അമൂല്യമാണ്. അത് നമ്മുടെ ആത്മീയ വർധനയ്ക്ക്, അതുപോലെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്, ബൈബിളിൽ കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഭക്ഷണത്തിന് നമുക്ക് എപ്പോഴും നന്ദി പറയാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ ദൈവം മന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് വർഷിപ്പിച്ചു കൊടുത്തു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം ഞാനാണ്. അതുകൊണ്ട് നിത്യജീവന്റെ വചനങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ ഉണ്ട്. ആ വചനങ്ങൾ ദിനം പ്രതി നാം ഓരോരുത്തരും ഭക്ഷിക്കുകയും അങ്ങനെ ആത്മീയ വർധന വരുത്തി നാം ഓരോരുത്തരും നിത്യജീവന് വേണ്ടി യോഗ്യരായി തീരുകയും ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നേഥൻ മാത്യു അലക്സിന്റെയും റീജ സാം വെണ്ണിക്കുളത്തിന്റെയും അതുപോലെ അമ്മിണി പാപ്പച്ചൻ അടൂർ, ലിസിമോൾ സാം അടൂർ, ഇവരുടെയൊക്കെ ബർത്ത്ഡേ ആണ്. ഇവർക്കൊക്കെയും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നിത്യമായ അപ്പം നാം എല്ലാവരും ഭക്ഷിച്ച് കർത്താവിന്റെ മഹത്വ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി യോഗ്യരായി തീരുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ശബ്ദത്തിന്റെ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. നിത്യമായ അപ്പം അടിയങ്ങളിൽ തരുവാൻ പ്രസാദിച്ച അടിയങ്ങളുടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അടിയങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം അടിയങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തന്നതുകൊണ്ട് അടിയങ്ങളുടെ കർത്താവെ, അങ്ങയുടെ വചനം അടിയങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അങ്ങയോട് പാപം ചെയ്യാതിരിക്കാൻ, അതുപോലെ തന്നെ അടിയങ്ങൾക്ക് നിത്യജീവന് യോഗ്യരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങളെ സഹായിക്കുന്നതിനാൽ തിരുനാമത്തിന്റെ സ്തോത്രം. കർത്താവെ, ഈ പേര് പറയപ്പെട്ട കർത്താവിന്റെ മക്കൾക്കൊക്കെയും ഈ അപ്പം ഭക്ഷിക്കുന്നതിന് കർത്താവ് അനുഗ്രഹം ഓരോ ദിവസവും നൽകണമേ. നിത്യജീവൻ പ്രാപിക്കാനുള്ള കൃപ അവർക്ക് നൽകണമേ. അവരുടെ ബർത്ത്ഡേ കർത്താവെ ഒരു വർഷം കൂടെ അടിയങ്ങൾ കർത്താവെ അവർക്ക് പുതുതായി സ്വർഗത്തിലെ ദൈവം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങൾ സ്തുതിക്കുന്നു. ഇവരൊക്കെയും നിത്യജീവൻ പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കണം. ഇവരുടെ പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണം. ഇന്ന് തിരുവചനം കേട്ട അങ്ങയുടെ മക്കളെ എല്ലാവരെയും തിരുവചനം ഭക്ഷിക്കുന്നതിന് ഓരോ ദിവസവും കർത്താവ് സഹായിക്കണമേ. അങ്ങയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അങ്ങയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് കർത്താവിനെ ധ്യാനിച്ച് കർത്താവിന്റെ വചനം ധ്യാനിച്ച് അടിയങ്ങൾ നിത്യജീവന് യോഗ്യരായി തീരുവാൻ കർത്താവ് അടിയങ്ങളെ എല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ശബ്ദത്തിന്റെ ശേഷമുള്ള മണിക്കൂറുകൾ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ദൈവം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.